നമസ്കാരം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട 3 സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. 150 കിലോമീറ്റർ വേഗതയിൽ പന്തെറിയുന്ന ഒരു ബോളർ ലോകോത്തര ബോളർമാരോട് കിടപിടിക്കാൻ പലപ്പോഴും വേഗതയുടെ കാര്യത്തിൽ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരമായി മാറുമെന്ന് കരുതിയ ഒരാളാണ് ഉമ്രാൻ മാലിക്. 150 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ പന്തെറിയുന്ന ഒരു ബോളർ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോടെ 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിന് ശേഷം ഒരു സെൻസേഷണലായി മാറിയ താരമായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കാനും ഈ സ്പീഡ് അദ്ദേഹത്തെ സഹായിച്ചു. എന്നാൽ വളരെ കുറച്ച് മത്സരങ്ങൾ ഇന്ത്യൻ ടീമിനായി കളിച്ചതിന് ശേഷം ഉമ്രാൻ മാലിക് പെട്ടെന്ന് തന്നെ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മോശം ലൈനും ലെങ്തും തുടർച്ചയായി വൈഡുകൾ എറിയുന്നതും ഒക്കെയായിരുന്നു ഉമ്രാൻ മാലിക്കിൻ്റെ പരാജയമായി പറഞ്ഞത്. അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പരിശീലകനായ ശ്രീലങ്കൻ സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മികച്ച രീതിയിലൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഉമ്രാൻ മാലിക് 150 കിലോമീറ്ററിൽ പന്തെറിയുന്നു എന്നുള്ളത് സത്യമാണ്. അന്ന് പറഞ്ഞ് അദ്ദേഹം മികച്ച ഒരു ബോളറായി മാറണമെന്നില്ല. വേഗത ഒരു മികച്ച ബോളറുടെ അടയാളമല്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. മികച്ച ലൈനും ലെങ്തിനും പന്തെറിയുക, വൈഡുകൾ ഒഴിവാക്കുക, സ്ലോ ബോളുകൾ കൂടുതലായി എറിയുക, യോർക്കറുകൾ കൃത്യസമയത്ത് ഉപയോഗിക്കുക. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മികച്ച ബോളറായി മാറാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അദ്ദേഹം ഒരു ബോളിംഗ് സെൻസേഷനായി മാറും, ഒരു മികച്ച ബോളറായി മാറും. ഇതാണ് ശ്രീലങ്കൻ സ്പിൻ ബോളറായ മുത്തയ്യ മുരളീധരൻ ഉമ്രാൻ മാലിക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. ഉമ്രാൻ മാലിക് 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണോടെ വാർത്തകളിൽ ഇടം നേടിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതനാവുകയായിരുന്നു. താരത്തിൻ്റെ ഒരു മികച്ച കടന്നുവരവ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിന് ശേഷം ഓസ്ട്രേലിയയെ ഏറ്റവും അധികം ചർച്ച അല്ലെങ്കിൽ ഓളമുണ്ടാക്കിയ ഒരു ബോളറായിരുന്നു ഗ്ലെൻ മഗ്രാത്ത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ പേസ് ബോളർ എന്നുള്ള റെക്കോർഡും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. തൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഓസ്ട്രേലിയൻ റെക്കോർഡ് മറികടക്കാൻ ആർക്കെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഗ്ലെൻ മഗ്രാത്തിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഷെയ്ൻ വോണിൻ്റെ റെക്കോർഡ് വരെ മറികടക്കാൻ സാധ്യതയുള്ള ഒരു ബോളറാണ് ഓസ്ട്രേലിയ ഉദയം ചെയ്തിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ പേര് നാഥൻ ലിയോൺ എന്നാണ്. അദ്ദേഹത്തിന് എൻ്റെ റെക്കോർഡുകളൊക്കെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. 563 വിക്കറ്റുകളാണ് ഞാൻ നേടിയിട്ടുള്ളത്. ലിയോൺ ഇപ്പോൾ തന്നെ 500 മുകളിൽ വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു. അവന് എളുപ്പത്തിൽ എൻ്റെ ഈ റെക്കോർഡ് മറികടക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു 4-5 വർഷം അവന് മുമ്പിൽ വളരെ എളുപ്പത്തിൽ കരിയർ കിടപ്പുണ്ട്. അവരത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഷെയ്ൻ വോണിൻ്റെ റെക്കോർഡ് തന്നെ മറികടക്കാൻ കെൽപ്പുള്ളൊരു ബോളറാണ് നാഥൻ ലിയോൺ. ഇതാണ് ഗ്ലെൻ മഗ്രാത്ത് നാഥൻ ലിയോണെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയൻ സ്പിൻ ബോളറായ ഷെയ്ൻ വോണിന് ശേഷം അവരുടെ ഇതിഹാസമായി മാറിയ ബോളറാണ് ലിയോൺ. എന്നിരുന്നാലും 700 വിക്കറ്റുകൾക്ക് മുകളിൽ നേടിയിട്ടുള്ള ഷെയ്ൻ വോണിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ അപ്ഡേറ്റ് ദിനേശ് കാർത്തിക്കുമായി ബന്ധപ്പെട്ടതാണ്. ദിനേശ് കാർത്തിക് ശുഭ്മാൻ ഗില്ലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത്. T20യിലെയും ഏകദിന മികവൊന്നും അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഗില്ലിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ പിഴയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ പല കാരണങ്ങൾക്കുമുള്ള ഉത്തരവുമായി ദിനേശ് കാർത്തിക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗില്ലിന് ഇനിയൊരു പരാജയം ഉണ്ടായാൽ അദ്ദേഹത്തെ തീർച്ചയായും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കണം. അവനൊരു ഇടവേള നൽകണം. അവൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയും ഒരുപാട് തെളിയിക്കാനുണ്ട്. ഒരുപാട് പ്രഗത്ഭന്മാരായ ബാറ്റ്സ്മാൻമാർ പുറത്തു നിൽക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ബോളർമാർക്കെതിരെ ഒരുപാട് റൺസ് വാരിക്കൂട്ടിയ താരങ്ങളെല്ലാം പുറത്തു നിൽപ്പുണ്ട്. അഭിമന്യു ഈശ്വറും സർഫറാസ് ഖാനും ഒക്കെ പുറത്തു നിൽക്കുമ്പോൾ ഗില്ലിന് ഇനിയും തുടർച്ചയായി അവസരങ്ങൾ കൊടുക്കുന്നത് മണ്ടത്തരമാണ്. അതിനാൽ തന്നെ ഗില്ലിനെ ഒഴിവാക്കി പകരം മിടുക്കന്മാരായിട്ടുള്ള താരങ്ങളെ പകരം കൊണ്ടുവരണം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന അടുത്ത മത്സരം ഗില്ലിനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. അതിലവൻ വിജയിച്ചില്ലെങ്കിൽ അവനെ പുറത്താക്കുക. ഇതാണ് ദിനേശ് കാർത്തിക് പറഞ്ഞിട്ടുള്ളത്. കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ഭാവി ക്രിക്കറ്റിൻ്റെ രാജാവായി ഉയർത്തുന്ന താരമാണ് ഗില്ല്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് തെളിയിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്ന കാര്യം. കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.